ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നാം കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 3-ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ വായിച്ച കുറിവാക്യം ഇതായിരുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവകൃപയെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് എന്ന് വരികിൽ തന്നെയും, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഈ കൃപയുടെ യഥാർത്ഥമായ വില മനസ്സിലാക്കാതെ, കൃപയുടെ യഥാർത്ഥമായ അതിൻ്റെ ആഴം മനസ്സിലാക്കാതെയാണ് നാം പലപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ആമേൻ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചായിരുന്നല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അവിടെ ഇങ്ങനെയും നമ്മൾ വായിച്ചു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന് ഈ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആമേൻ. അപ്പോൾ കൃപ നമുക്ക് വളരെയധികം ബലപ്പെട്ടതാണ്. സ്തോത്രം. കൃപ നമുക്ക് തന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു. യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. അവൻ്റെ നിറവിൽ നിന്ന്, കൃപയുടെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നും ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബലപ്പെട്ടതായി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ചിന്തയിൽ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പിന്നീട് ചിന്തിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ വേറൊരു വാക്യത്തിൽ അതിൻ്റെ തന്നെ മറ്റൊരു വാക്യം എടുത്ത് നിങ്ങളോട് അതിൽ നിന്ന് കർത്താവിൽ ശരണപ്പെട്ട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അത് തീത്തോസിൻ്റെ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ആമേൻ. വളരെയധികം ആഴത്തിൽ നമ്മെ സ്പർശിക്കുന്നതായ, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതായ ഒരു വാക്യമാണിത്. ആമേൻ. ഇന്നലെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്ന് വളരെ ചുരുക്കമായി പ്രതിപാദിക്കുന്ന ഒരു വാക്യമത്രേ ഇത്. ആമേൻ. നമ്മൾ ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകുവാൻ ഇടയായിത്തീരും. അവൻ നമ്മെ, ആര്? കർത്താവ് നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. ഈ വാക്യത്തിലെ ഏറ്റവും അധികം കാതലായ ഭാഗമെന്ന് പറയുന്നത്, മലയാളത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും അവസാനം കാണുന്ന ആ പ്രയോഗമാണ്. ആമേൻ. അതിൻ്റെ ഏറ്റവും വൈറ്റലായിട്ടുള്ള, ക്രിട്ടിക്കലായിട്ടുള്ള പാർട്ട്. ആമേൻ. എന്താണത്? തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് ഗേവ് ഹിംസെൽഫ് ഫോർ അസ്. യേശു നമുക്ക് വേണ്ടി, ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താനെ കൊടുത്തു. ആമേൻ. കർത്താവ് ആരാണ്? കർത്താവാണ് നമ്മുടെ രക്ഷ നമുക്ക് വാങ്ങി തന്നത്, നേടി തന്നത്. ആമേൻ. ഹി ഈസ് എ പർച്ചേസർ ഓഫ് അവർ സാൽവേഷൻ. ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത്, അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആണ് എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവാണ് എല്ലാറ്റിലും എല്ലാമായിരിക്കുന്നവൻ, സകലത്തിൻ്റെ ഉടമസ്ഥൻ, സകലത്തിൻ്റെ കാരണഭൂതൻ. അവനാണ് കർത്താവ്. ആമേൻ. ഈ ദൈവം എന്ന് പറയുമ്പോൾ മഹാനായ, അത്യുന്നതനായ ദൈവം, ഈ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു.
and Christ became the great God and our Savior. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ദൈവം മാത്രമല്ല, പിന്നെയോ നമ്മുടെ രക്ഷകൻ കൂടിയാണ്, നമ്മുടെ റെഡീമറാണ്, വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. ഒരിക്കലും ആരാലും വീണ്ടെടുക്കപ്പെടാൻ കഴിയാതെ നാശയോഗ്യമായ ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരുന്ന നമ്മളെ കർത്താവ് തന്നെ താൻ കൊടുത്തിട്ട് വീണ്ടെടുത്തു എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. ഈ വാക്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ, ഹി ഹാസ് സേവ്ഡ് us, അവൻ നമ്മെ രക്ഷിച്ചു. ആ രക്ഷണ പ്രക്രിയയിൽ രണ്ട് ഭാഗം അതിനകത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന്, ദൈവികമായ ശക്തിയിൽ ദൈവം നമ്മെ രക്ഷിച്ചു. രണ്ട്, മാനുഷികമായ തലത്തിൽ അവിടുന്ന് നമുക്ക് മാതൃകയായി തീർന്ന് നമുക്ക് രക്ഷയ്ക്ക് നിദാനമായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക ചിന്ത, അവൻ ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായിരുന്നു എന്നുള്ളതാണ്. ഹി ഈസ് ഗോഡ് ആൻഡ് മാൻ അറ്റ് ദ സെയിം ടൈം. ദൈവം എന്നുള്ള നിലയിൽ ദൈവം എന്താണ് ചെയ്തത്? Nobody had the power to save us from the power of Satan. പിശാചിന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ ആ അടിമത്തത്തിൽ നിന്ന് നമ്മെ എന്നേക്കുമായി മോചനം തരുവാൻ, വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളവരായി ഈ ലോകത്തിൽ ആരുമില്ല എന്ന് നമുക്കറിയാം. ആമേൻ. കർത്താവിന് മാത്രമേ ആ കഴിവുണ്ടായിരുന്നുള്ളൂ. അന്ധകാരത്തിന്റെ ഈ യുഗത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പൈശാചികന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ, ഈ ലോകത്തിന്റെ ബന്ധനത്തെ നമ്മെ വിടുവിപ്പാൻ മറ്റാർക്കും കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ എവിടെയാ കടന്നെന്ന്. നാം മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ആമേൻ. നമ്മെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുമായിരുന്നില്ല. നമുക്കതിനുള്ള കഴിവില്ലായിരുന്നു. നാം ഹെൽപ്ലെസ് ആയിരുന്നു, ടോട്ടലി ഹെൽപ്ലെസ്. നിസ്സഹായരായിരുന്നു നാം, നിരാശ്രയരായിരുന്നു നാം. നമുക്ക് ആരുടെ അടുത്തും പോകാനായിട്ട് സാധ്യമല്ല. അഥവാ നാം അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ തന്നെയും ആ ചെല്ലുന്ന വ്യക്തിക്ക്, നമ്മൾ ആരുടെ അടുത്ത് പോകുന്നുവോ ആ വ്യക്തിക്ക് നമ്മളെ ഒരിക്കലും രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ആമേൻ. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ആഴിവേറിയ കുഴിയിലും കൊഴിഞ്ഞ് ചേറ്റിലുമായിരുന്ന നമ്മെ അവിടേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ വിടുവിച്ചെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രകൃതിയാൽ നാം കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് ഇവിടെ നടന്നത്, നമ്മുടെ രക്ഷന്റെ പ്രവൃത്തി. നമ്മെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവിടെയാണ് ദൈവപ്രവൃത്തി നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പക്കൽ നിന്ന് ഇറങ്ങി വന്നത് എന്താണ്? കൃപ ഇറങ്ങി വന്നു. അത് നമ്മളെ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാലത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ഘനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനെ ക്രിസ്തു യേശുവിൽ അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിന്റെ കൃപ. ആ കൃപ നമ്മിലേക്ക് ചൊരിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന് വിലയുണ്ടായത്. നമ്മുടെ വിശ്വാസം എഫക്റ്റീവ് ആയത് ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഗ്രേസ് ദാറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടുവേർഡ്സ് us. ആമേൻ. അപ്പോൾ ദൈവമായതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനെ കഴിഞ്ഞത്.
അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. എന്നാൽ ഓരോ സമയത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ഉണ്ടായിരുന്നു, മനുഷ്യത്വവും ഉണ്ടായിരുന്നു. തൻ്റെ ദൈവമായ അവസ്ഥയിൽ പിശാചിൻ്റെയും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാ അടിമത്തത്തിൽ നിന്നും, ശക്തിയിൽ നിന്നും, ഇൻഫ്ലുവൻസിൽ നിന്നും, സ്വാധീനത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മെ വെടിവെപ്പാൻ ദൈവത്തിന് കഴിഞ്ഞു, കർത്താവിന് കഴിഞ്ഞു. 2, ആസ് എ മാൻ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് എന്താ ചെയ്തത്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തെ എങ്ങനെ അനുസരിക്കാൻ കഴിയുമെന്ന്, ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന്, എങ്ങനെ മാനിക്കാൻ കഴിയുമെന്ന്, എങ്ങനെ ബഹുമാനിക്കാൻ കഴിയുമെന്ന്, ദൈവത്തിന് എങ്ങനെ വില കൊടുക്കാൻ കഴിയുമെന്ന് യേശു കർത്താവ് നമുക്ക് കാണിച്ചത്. കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. എൻ്റെ പിതാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, അവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ ശമരിയ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ശിഷ്യന്മാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആഹാരം കൊള്ളുവാൻ പോകുന്നു, പോയി വരാൻ കർത്താവ് അവരോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അത് പ്രകാരം വായിക്കുന്നുണ്ട്. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് 31-ാം വാക്യം, റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. ബൈ ദ ടൈം അവർ പോയി ആഹാരം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ആമേൻ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ആമേൻ. നോക്കണമേ, കർത്താവ് തൻ്റെ പിതാവിനോട് എത്രമാത്രം ബന്ധത്തിലായിരുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, എല്ലാ മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളോടും കൂടെ, എല്ലാ പരിമിതികളോടും കൂടെ ആയിരുന്ന യേശു കർത്താവ് പിതാവായ ദൈവത്തോട് എത്രമാത്രം ആദരവും ബഹുമാനവും അനുസരണം കാണിച്ചുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആമേൻ. So as a God he had the power, and as a man he had showed the obedience. ഒബീഡിയൻസ് കാണിച്ചു, സഫർ ചെയ്തു, കഷ്ടപ്പെട്ടു. എന്നിട്ട് ലോകത്തിലാരും മരിക്കാത്തതുപോലെ വളരെ ഹീനമായ രീതിയിൽ, വളരെ അപമാനകരമായ രീതിയിൽ, വേദനാജനകമായ രീതിയിൽ ഈ ലോകത്ത് താൻ തൻ്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. തൻ്റെ അനുസരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ കാണുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 onwards, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത് മനുഷ്യനെന്നുള്ള നിലയിലാണ് കർത്താവ് ചെയ്തത്, ദൈവമായിട്ടല്ല. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ താഴെ ഇറങ്ങി വന്നു, ദാസരൂപമെടുത്തു, തന്നെത്താൻ ഒഴിച്ചു. ആമേൻ. എന്നാൽ ഇപ്രകാരം കർത്താവ് ചെയ്തതുകൊണ്ട് മനുഷ്യനായ ക്രിസ്തുവിനോട് ദൈവം എന്താ ചെയ്തത്? അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആമേൻ. ഇന്ന് നാം രക്ഷിക്കപ്പെടുവാൻ കാരണമാകുന്നത് എന്താണെന്നറിയാമോ? ഈ കർത്താവ് സകല അധികാരവും പ്രാപിച്ച് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ്. ഈ ദൈവകൃപയുടെ വ്യാപാരം നമ്മുടെ മേൽ ചൊരിയുവാൻ ഈ കർത്താവ് അധികാരത്തോടെ പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് രക്ഷയുള്ളത്. നാം വെറുതെ ഒന്ന് ഏറ്റുപറഞ്ഞു രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല പ്രിയരെ. രക്ഷിക്കപ്പെട്ട ഒരനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്.
ഇനി വളരെയധികം മുമ്പോട്ട് നമുക്ക് യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിനെല്ലാം നിദാനമായി തീർന്നത്, അതിനെല്ലാം കാരണമായി തീർന്നത്, അതിനെല്ലാം ഉത്തരവാദിത്വത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുവാനിടയായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം ഈ ലോകത്തിനായിട്ട് തന്നെ നൽകി, താന് ഈ ലോകത്തിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് ഈ ലോകത്തിനായിട്ട് തൻ്റെ ഏകപുത്രനെ നൽകിയെന്ന് യോഹന്നാൻ 3-ാം വാക്യം താക്കോൽ വാക്യമാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ പിതാവ് അങ്ങനെ ചെയ്തുവെങ്കിൽ യേശു എന്ത് ചെയ്തു? പിതാവിനുള്ള പൂർണ്ണമായ അനുസരണത്തിൽ, പിതാവിനുള്ള പൂർണ്ണമായ ബഹുമാനത്തിലും താഴ്മയിലും നിന്നുകൊണ്ട് യേശു എന്ത് ചെയ്തു? യേശു തന്നെത്താനെ ഈ ലോകത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകി, യേശു തന്നെത്താനെ ഈ ലോകത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ആമേൻ. തൻ്റെ മാനുഷിക ആ സ്വഭാവം, തൻ്റെ മാനുഷികമായിരിക്കുന്ന ആ ഒരു അവതാരം എന്ന് പറയുന്നത് അത് ദൈവത്തിന് ഒരു ഓഫറിംഗ് ആയിട്ട് തീർന്നു, ഒരു യാഗമായിട്ട് തീർന്നു. ആമേൻ. ഈ യാഗമായിട്ട് താൻ തന്നെ തന്നെ അർപ്പിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ നിന്നും ദൈവം യാഗപീഠം ഒരുക്കി, ആ യാഗപീഠത്തിൽ അർപ്പിക്കുവാൻ തൻ്റെ പ്രിയപുത്രനായ യേശു കർത്താവ് തന്നെ തന്നെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് കിടന്നു കൊടുത്തു. ഹല്ലേലൂയ. പിതാവായ ദൈവം ഉയരത്തിൽ നിന്ന് ആ യാഗത്തെ അംഗീകരിച്ചു, ആ യാഗത്തെ ശുദ്ധീകരിച്ചു. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവവും മനുഷ്യനുമായ കർത്താവ്, ദൈവവും മനുഷ്യനുമായിരിക്കുന്ന യേശു കർത്താവ് ആ പ്രവൃത്തിയിൽ പൂർണ്ണത കൈവരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണല്ലോ ക്രൂശിൽ കടന്നപ്പോൾ താൻ പറഞ്ഞത്, ഇതാ സകലത നിവൃത്തിയായി. ഈ പ്രവൃത്തി ഞാൻ പൂർണ്ണമായിട്ട് അത് നിവൃത്തീകരിച്ചു. ആമേൻ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ലേഖനങ്ങളിലൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. 1-2 കാര്യം ഞാൻ ഉദാഹരണത്തിനായിട്ട് ചൂണ്ടിക്കാണിക്കാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. 1 Timothy chapter 2 verse 3 onwards. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പൊ ദൈവം ഒരുവനല്ലോ, എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഹല്ലേലൂയ. ആരാണത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഹല്ലേലൂയ. He was the priest as well as the sacrifice. ദേവാലയത്തിൽ യാഗം കഴിക്കുവാൻ പഴയ നിയമ കാലഘട്ടങ്ങളിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് പുരോഹിതൻ യാഗവസ്തുവിനെ പരിശോധിക്കും. ഊനമില്ലാത്ത യാഗവസ്തുവിനെ നന്നായി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ യാഗവസ്തു യാഗം കഴിക്കുവാനായിട്ട് വേർതിരിക്കപ്പെടുകയുള്ളായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ആരാണ് ഈ യാഗവസ്തു? ഈ യാഗവസ്തു കർത്താവ് യേശു ക്രിസ്തു. ആരാണ് പുരോഹിതൻ? താൻ തന്നെയാണ് പുരോഹിതനും. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് താൻ തന്നെയാണ് മഹാപുരോഹിതൻ. ദേവാലയത്തെക്കാൾ വലിയവൻ, യാഗങ്ങളെക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. മഹാപുരോഹിതനേക്കാൾ വലിയവൻ. സ്തോത്രം. അത് മറ്റാരുമല്ല, എല്ലാ ശ്രേഷ്ഠതയുമുള്ള കർത്താവ് യേശു ക്രിസ്തു. താൻ തന്നെയാണ് മഹാപുരോഹിതൻ. ആമേൻ. അവരേക്കാൾ ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ. പഴയ കാലത്തെ മഹാപുരോഹിതന്മാരെല്ലാം ഈ ഭൂമിയിൽ തന്നെ മരിച്ചു മൺമറഞ്ഞു പോകുന്നവരായിരുന്നു. എന്നാൽ ഒരിക്കലും മരിക്കാതെ എന്നേക്കും ജീവിക്കുന്ന ഒരു മഹാപുരോഹിതനായി കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ ചോദിക്കും, അത് കർത്താവ് യേശു ക്രിസ്തു മഹാപുരോഹിതനാണെങ്കിൽ ആരാണ് യാഗവസ്തു? ആരാണ് യാഗം? യാഗവും താൻ തന്നെയാണ്. ഹല്ലേലൂയ. തന്റെ മുമ്പിലായി കടന്നു പോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ
ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ചുമന്നിരിക്കുന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ പാപം ചുമക്കുന്ന, ലോകത്തിന്റെ പാപം ചുമന്നുകൊണ്ട് യാഗപീഠത്തിലേക്ക് മന്നം കടന്നു പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പുരോഹിതനും യാഗവസ്തുവും താൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ വിലയാണ് കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ നമ്മളോട് ദൈവവചനം പറയുന്ന ഇതാണല്ലോ, നിങ്ങൾക്ക് ലഭിച്ച കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി തീരരുത്. നമുക്ക് ലഭിച്ച കൃപ നമ്മൾ വ്യർത്ഥമാക്കി കളയാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ കൃപ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ആര് തന്നു, അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമുണ്ടായെന്ന് നമ്മൾ അറിഞ്ഞാലേ മതിയാകത്തുള്ളൂ. ആമേൻ. നമ്മൾ ഇന്നത്തെ ചിന്തിച്ചത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് വിലയാണ് കൊടുത്തതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടെ വാക്യം ഒന്ന് ഓർപ്പിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. 1 Peter chapter 1 verses 18 and 19. വ്യർത്ഥം പിതൃപാരമ്പര്യമായി നിങ്ങൾ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. ഈ രക്തം കർത്താവ് നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഊറ്റിക്കൊടുത്തത്. കാരണം കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കടന്നു വന്നവനാണ്. തന്നെ തന്നെ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ജോൺ 10 verse 11, 10-11 വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അടുത്ത വാക്യം, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കൊണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. കാരണം എന്താണ്? അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഹല്ലേലൂയ. എന്നാൽ ആടുകളെ കുറിച്ച് വിചാരമുള്ള ഒരു ഇടയൻ എന്താ ചെയ്യുന്നത്? ഞാൻ നല്ല ഇടയൻ ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം നോക്കണമേ. 15-ാം വാക്യം, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് താൻ പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. ആമേൻ. 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനിതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. നോക്കണമേ, പഴയ നിയമത്തിലെ ഒരു മഹാപുരോഹിതനും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം. എല്ലാ മഹാപുരോഹിതന്മാരും മൺമറഞ്ഞു പോയപ്പോൾ എന്നേക്കുമുള്ള യാഗം കഴിക്കേണ്ടതിന്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കേണ്ടതിന്, അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് എന്നേക്കുമുള്ള പ്രവേശനം സാധിപ്പിക്കേണ്ടതിന് യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ ഇതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് വീണ്ടും ജീവനെ പ്രാപിച്ചത് കൊണ്ടാണ് നാം ഇന്ന് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാനിടയായിത്തീരുന്നത്. നമ്മെ രക്ഷിക്കാൻ പാകമായി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആൾ ഒരിക്കൽ മരിച്ചവനോട് ഒരിക്കലും ഈ ലോകത്തിൽ ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ രക്ഷ അപൂർണമാകുമായിരുന്നു, നമ്മുടെ രക്ഷയ്ക്ക് വലിയ വില ഉണ്ടാകുമായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ രക്ഷിച്ച കർത്താവ് താൻ വീണ്ടും ജീവിച്ചു. എന്തിനു വേണ്ടി ജീവിച്ചു? നമ്മുടെ രക്ഷയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ, നമ്മുടെ രക്ഷയെ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുവാൻ. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുവോളം നമ്മെ സൂക്ഷിക്കുവാൻ യൂദായുടെ ലേഖനത്തിൽ 24 ഇങ്ങനെയാ പറയുന്നത്, വീഴാതെ നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കർത്താവാണ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഗലേഷ്യൻസ് chapter 1 verse 3 and 4.
പിതാവാ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോൾ ഈ യേശു ക്രിസ്തു കൃപയുമായിട്ട് കടന്നു വന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ യേശു ക്രിസ്തു പിന്നെയും നമുക്ക് കൃപ പകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിനോട് പറഞ്ഞില്ലേ 2 കൊരിന്ത്യർ 12-ാം വാക്യത്തിൽ, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസേ, യേശു ക്രിസ്തുവിനെ നന്നായിട്ട് മനസ്സിലാക്കി അവഗ്രഹിച്ചു പഠിച്ച യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നന്നായിട്ട് തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ വ്യക്തി ആയതുകൊണ്ട് പൗലോസ് പറയുന്നു, മതി കർത്താവേ, വേറെ ഒന്നും എനിക്ക് വേണ്ട, അത് മതി. എന്നിട്ട് താൻ പറയുന്നു, ഇപ്രകാരം പറയുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. ഹല്ലേലൂയ. കാരണം എന്താ? ആർക്കും ലഭിക്കാത്തതുപോലെ ഒരു വലിയ ദൈവകൃപ എന്റെ മേൽ കർത്താവ് കൊണ്ടുവന്നിട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളോട് കർത്താവ് പൗലോസ് തന്നെയാ പൗലോസ് പറയുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ഹല്ലേലൂയ. ഈ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ഈ കൃപ എന്താണ്? ഇത് ബലഹീനതയെ ശക്തീകരിക്കുന്ന കൃപയാണ്. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ ഗലാത്യ ലേഖനം തുടങ്ങുമ്പോൾ പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഹല്ലേലൂയ. താഴെ വന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട, വേദനയും അടിയും ഇടിയും ഒന്നും കൊള്ളേണ്ട യാതൊരു ആവശ്യവും കർത്താവിനില്ലായിരുന്നു. നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ സ്വന്തമാക്കി തീർക്കുവാൻ കർത്താവ് ഈ നാശലോകത്തിലേക്ക്, ഈ ദുഷ്ടലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. We were perishing sinners. We went away from God. We turned rebels against God. Amen. ദൈവത്തോട് ശത്രുക്കളായിരുന്ന, ശത്രുത മനോഭാവം പുലർത്തിയിരുന്ന, പാവികളായിരുന്ന, ബലഹീനരായിരുന്ന, കോപപാത്രങ്ങളായി തീർന്ന, ഹല്ലേലൂയ, നമ്മെ വിടുവിക്കുവാൻ മറ്റാർക്കും കടന്നു വരുവാൻ കഴിയുമായിരുന്നില്ല. Praise the Lord. So he gave himself for us. അവൻ നമുക്ക് വേണ്ടി തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ ഉദ്ധാരണത്തിന് വേണ്ടി, നമ്മുടെ നല്ല നടപ്പിന് വേണ്ടി, നമ്മെ നല്ല മനുഷ്യരാക്കി തീർക്കുവാൻ, നമ്മെ ഉത്തമ മനുഷ്യരാക്കി തീർക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചല്ലോ. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, നമ്മെ നീതീകരിക്കേണ്ടതിന്, നമ്മെ നല്ല മനുഷ്യരാക്കി തീർക്കേണ്ടത്, ഉത്തമ മനുഷ്യരാക്കി തീർക്കേണ്ടതിന് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. 21-ാം വാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 2 Corinthians chapter 5 verse 21, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അത്ഭുതകരമായ ഒരു സാന്ത്വനവും ഒരു കൃപയും. He loved us. He gave himself for us. Amen. And the question remains, what can we do in return to that? നമുക്ക് തിരിച്ചെന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇത്രയും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തില്ലേ, ഞാൻ തിരിച്ചെന്ത് ചെയ്യും? നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനെ സ്നേഹിക്കുകയും നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പം അതിൻ്റെ 1-ാം ഭാഗം എന്ന് നമ്മൾ വായിച്ച തീത്തോസിന്റെ ലേഖനം 2:14 1-ാം ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്ക് വേണ്ടി തന്നെത്താൻ അവൻ കൊടുത്തു എന്നുള്ള ഭാഗം. 2-ാമത്തെ ഭാഗം എന്തിനു വേണ്ടി കൊടുത്തു? സകല അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് വേണ്ടി വേർതിരിച്ചു നിർത്തേണ്ട, ശുദ്ധീകരിച്ചു നിർത്തേണ്ടതിന്
ദൈവം നമ്മെ നമുക്ക് വേണ്ടി കൊടുത്തു. അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. ആമേൻ. സകല അനീതിയിൽ നമ്മെ വീണ്ടെടുക്കുവാൻ. ഹല്ലേലൂയ. നാം ഏതവസ്ഥയിലായിരുന്നുവെന്ന് മുമ്പേ വായിച്ചു കേട്ടല്ലോ. വളരെ മോശമായ വളരെയധികം ശോചനീയമായ ഒരവസ്ഥയിലായിരുന്നു. അവിടെ നമ്മെ ഉദ്ധരിക്കുവാൻ കർത്താവ് നമ്മെ കടന്നു വന്നു. സകല അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ. നമ്മുടെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആരെക്കൊണ്ട് കഴിയുമായിരുന്നു? നമുക്ക് തന്നെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, ഒരു പഴുതുമില്ലായിരുന്നു. നമ്മെ വീണ്ടെടുക്കുവാനാണ് കർത്താവ് കടന്നു വന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 28 വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ആമേൻ. തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് കർത്താവ് നമ്മെ സമ്പാദിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. ടു പ്യൂരിഫൈ ടു ഹിംസെൽഫ്, ടു സെപ്പറേറ്റ് അൺടു ഹിംസെൽഫ് എ പെക്യൂലിയർ പീപ്പിൾ. നമ്മളെ ഒരു സ്വന്തം ജനമായിട്ട്, പ്രത്യേക ജനമായിട്ട് ശുദ്ധീകരിക്കേണ്ടതിന്. നമ്മളെ പത്രോസിന്റെ ലേഖനത്തിൽ പ്രകാരം വായിക്കുന്നുണ്ടല്ലോ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ ആമേൻ 9-ാം വാക്യം: നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. സ്വന്തം ജനമായി. അപ്പോൾ ഒന്ന്, അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുക്കേണ്ടതിന്, നമ്മെ രക്ഷിക്കേണ്ടതിന്. 2, സ്വന്തം ജനമായി തനിക്ക് തന്നെ വേർതിരിച്ച് ശുദ്ധീകരിച്ച് നിർത്തേണ്ടതിന് കർത്താവ് തന്നെത്താൻ കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവകൃപ. അപ്പോൾ ഈ ദൈവകൃപയിലൂടെയാണ് ഇതെല്ലാം സാധ്യമായി തീർന്നത്. തീത്തോസിന്റെ ലേഖനത്തിൽ 2:11 നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ കൃപ ഈ ലോകത്തിലേക്ക് ദൈവം അത് ഇറക്കി കൊടുത്തു, ചൊരിഞ്ഞു കൊടുത്തു. ആ കൃപ ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി കൃപ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് വേണ്ടി ഈ കൃപ ധാരാളമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, കൃപയുടെ ആ മഹാത്മ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. കൃപയുടെ മഹാത്മ്യത്തെ നമ്മൾ വില കുറഞ്ഞതായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കി തീരരുതെന്ന് പൗലോസ് നമ്മോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തനിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് വേർതിരിച്ച് നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് നമ്മൾ കാണുന്നത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിട്ട്. ഹല്ലേലൂയ. നാം ശുദ്ധീകരിക്കപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു, നാം വീണ്ടെടുക്കപ്പെട്ടു, പാപത്തിൽ വിടുവിക്കപ്പെട്ടു, അന്ധകാര ലോകത്തിൽ നിന്നും, ദുഷ്ടലോകത്തിൽ നിന്നും, പിശാചിന്റെ അധികാരത്തിൽ നിന്നും ഒക്കെ നമ്മൾ വിടുവിക്കപ്പെട്ടു. ശരിയാണ്. ഹല്ലേലൂയ. അത് ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. കാട്ടൊലിൻ ഷാഹിയാർ നമ്മെ കൊണ്ടുവന്ന് ഓടിച്ച് നല്ല ഒലിവുമാരോട് ഒട്ടിച്ചു ചേർത്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ നാം അവിടെ വന്ന ശേഷം നാം ആരായി തീരണം? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തീരണം. വി മസ്റ്റ് ബി zealous of good works. ആമേൻ. നമ്മളൊരു പെക്യൂലിയർ പീപ്പിളാക്കി തീർത്തു, ഒരു സ്വന്തം ജനമാക്കി തീർത്തു. നമ്മൾ മുമ്പേ പത്രോസിൽ എന്താ വായിച്ചത്? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ ദൈവത്തിന്റെ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കുന്നവരായി തീരണം. അത് പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും ഒക്കെ നമ്മളെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ സൽപ്രവൃത്തികളിൽ
ശുഷ്കാന്തിയുള്ള ഒരു ജനമായിട്ട് ഹല്ലേലൂയ തീരേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി തന്നെ താനെ കൊടുത്തു എന്ന് നമ്മളെ വായിക്കുന്നുണ്ട്. അപ്പോൾ നോക്കണമേ, ദൈവം നമുക്ക് നൽകിയ കൃപ, ആ കൃപ തീർന്നു പോയിട്ടില്ല, ആ കൃപ കുറഞ്ഞു പോയിട്ടില്ല. ആ കൃപ അന്ന് രക്ഷിച്ച ദൈവകൃപ, രക്ഷയ്ക്ക് നിദാനമായ ദൈവകൃപ, നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്ത ആ ദൈവകൃപ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുസ്യൂതമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, നിരന്തരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, നിരന്തരമായ ദൈവത്തോട് അടുക്കുന്ന മുഖാന്തരമായിട്ട് ആ രക്ഷ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് നമ്മളോട് പറയുന്നു, ദൈവം മനുഷ്യനായി കടന്നു വന്ന ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തു ആകുന്ന ദൈവം നമുക്ക് വേണ്ടി തന്നെ താനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? നമ്മെ സകല അധർമ്മത്തിൽ നിന്നും ശുദ്ധീകരിക്കേണ്ടതിനായി, നമ്മെ വേർതിരിച്ച് കർത്താവിന് നല്ല ഒരു ജനതയായി നിർത്തേണ്ടതിനായി, 3 സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി നമ്മെ അവന് വേണ്ടി വേർതിരിച്ചു നിർത്തേണ്ടതിനായി. 24-ാം വാക്യം, യൂദ വീഴാതോടെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി, ആമേൻ, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മെ വീഴാതെ കൊണ്ട് സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. കളങ്കമില്ലാതെ നമ്മെ സൂക്ഷിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ഒരുപക്ഷെ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാലും അവിടെയും പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ, പൗലോസിന് ലഭിച്ച മറുപടി പോലെ നമ്മളോട് കർത്താവ് പറയും, മക്കളെ, എനിക്ക് നിന്റെ കൃപ മതി. ഹല്ലേലൂയ, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞതുപോലെ ഈ നാളുകളിൽ പറയാനിടയായിട്ട്, ആകെ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. കൃപ നമുക്ക് തന്നത് നാം വ്യർത്ഥമാക്കി കളയരുത്, നാം വിലയില്ലാത്തതായിട്ട് കാണരുത്. കൃപയുടെ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ.